ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് വചന വെളിച്ചത്തിൽ വിചിന്തനം ചെയ്യുന്ന വിഷയം, നമുക്ക് ഷൈൻ ചെയ്യാൻ ഒരു എളുപ്പമാർഗമുണ്ട്. എല്ലാവരിലും ഉള്ള ഒരു ആഗ്രഹമാണ് ഒന്ന് ഷൈൻ ചെയ്യണം. ഇനി അത് ദൈവത്തിൻ്റെ കണ്ണുകളിൽ പ്രീതികരമാകുന്ന രീതിയിൽ ഷൈൻ ചെയ്യാനുള്ള മാർഗം എന്താണ് എന്നുള്ളത് നാം തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇതറിയാത്തത് കൊണ്ട് ഇന്ന് ബ്യൂട്ടീഷ്യന് ഓരോരുത്തരും വാരിക്കൊടുക്കുന്ന തുക നിസ്സാര തുകയല്ല എന്നുള്ളത് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ചിലരൊക്കെ അവരുടെ പുരികൊന്ന് പറിക്കാനോ മുടിയൊന്ന് സ്ട്രൈറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ മുടക്കിയ തുക കേട്ടിട്ട് ഞെട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വാരി കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലതാനും. ഇനി അതുകൊണ്ടൊക്കെ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമ്മൾ സൗന്ദര്യമുള്ളവരാകുമോ? മനുഷ്യരതൊക്കെ കണ്ടിട്ട് പ്രശംസിച്ചേക്കാം, മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് ഷൈൻ ചെയ്യാൻ സാധിച്ചേക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ടതല്ലേ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമ്മൾ ഷൈൻ ചെയ്യുന്നവരാകുക, ദൈവം നമ്മെ വിലമതിക്കുന്നവരായിട്ട് മാറുക എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. ഇതിലൊരു സംഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കേട്ട ഒരു വീട് പെയിൻറ് ചെയ്യാനും പരിസരം ക്ലീൻ ചെയ്യാൻ വേണ്ടി അവർ മുടക്കിയത് 1.5 ലക്ഷം രൂപ. വീടെല്ലാം ഒന്ന് പെയിൻ്റ് അടിച്ച് അതിൻ്റെ പരിസരം എല്ലാം വൃത്തിയാക്കി. എന്നിട്ട് ആ വീട്ടിൽ അവർ താമസിച്ചത് വെറും 1.5 ആഴ്ച. വിദേശത്തുള്ളവരാണ്. അപ്പോൾ അവർ വരുമ്പോൾ താമസിക്കാൻ വേണ്ടി അവർ വീട് റെഡിയാക്കിയതാണ്, സജ്ജമാക്കിയതാണ്. അതിന് മുടക്കിയതാണ് 1.5 ലക്ഷം രൂപ. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിള് എനിക്ക് ഒരു സഹോദര വൈദികൻ കണ്ടപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു, പക്ഷെ പുതിയ ബൈബിൾ വാങ്ങിച്ചോ? അതിന് അല്ല, നല്ല രസമുള്ളൊരു ബൈബിള്. ഞാൻ പറഞ്ഞത് ഞാനൊരു ഗിഫ്റ്റ് എഡീഷൻ ബൈബിള് വാങ്ങിച്ചതാണ്. എന്നിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കവർ പേജ് എല്ലാം ഏതാണ്ട് ചോറി പിടിച്ച പോലെ അത് അവിടുന്ന് ഇവിടുന്നൊക്കെ പൊളിഞ്ഞു വരാൻ തുടങ്ങി. അപ്പോൾ ഒരാൾ പറഞ്ഞു, വേണമെങ്കിൽ ഇത് ഒരു സ്ഥലമുണ്ട്, ബൈൻഡ് ചെയ്യിക്കാം, നല്ല ബൈൻഡിങ് ആണ്. ഞാനത് കൊടുത്തു വിട്ടു. ആ ബൈൻഡിങ് നടത്തി. അങ്ങനെയാണ് ഇത് മനോഹരമായത്. ഗിഫ്റ്റ് എഡീഷൻ ബൈബിള് വാങ്ങിക്കാൻ 100-500 രൂപയായുള്ളൂ. പക്ഷെ അതിനേക്കാൾ മുടക്കായി ഈ ഒരു കവർ പേജ് ഇതൊന്ന് ബൈൻഡ് ചെയ്യിക്കാൻ വേണ്ടി. എങ്കിലും ആ ബൈബിള് എത്ര മനോഹരമായി എന്നുള്ളത് അത് കാണുമ്പോൾ അറിയാൻ പറ്റും. നമ്മളൊക്കെ അല്പം വില കൊടുക്കാൻ തയ്യാറായാൽ നമുക്കും കർത്താവിൻ്റെ കണ്ണുകളിൽ പ്രകാശിക്കുന്നവരായിട്ട് മാറാൻ പറ്റില്ലേ? പറ്റും. അതിന് അല്പം വില കൊടുക്കാൻ, ത്യാഗമെടുക്കാൻ, പ്രാർത്ഥിക്കാൻ, വചനത്തിൽ വളരാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് ഈ ഒരു ആത്മീയ ചൈതന്യം നമ്മളിൽ വരിക എന്നുള്ളത് നാം തിരിച്ചറിയണം. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, കാര്യമറിയാതെ ഷൈൻ ചെയ്യാൻ വേണ്ടി കാശുവാരി എറിയുന്നവരുണ്ട്. കാര്യം അറിയാതെ. ഇനി കാര്യം അറിയേണ്ട കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ അനാവശ്യമായിട്ട് കാശുവാരി എറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സൗന്ദര്യവർദ്ധനയ്ക്ക് വേണ്ടി ഇന്ന് എന്തുമാത്രം പണം മുടക്കുന്നു. ഇനി അങ്ങനെ ഒരുപാട് കാശ് മുടക്കി സൗന്ദര്യം വർദ്ധിപ്പിച്ചാലും അത് ശാശ്വതമാകണമെന്നുണ്ടോ? ഇല്ല. എത്ര നേരത്തേക്ക് കാണും? അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് വന്നാൽ അതിന് വേണമെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും തന്നെ ബ്യൂട്ടീഷ്യൻ്റെ പുറകെ പോയി ഒരുപാട് ആ സൗന്ദര്യവർദ്ധനയ്ക്കുള്ള പരിശ്രമം നടത്തുകയും ഇഷ്ടം പോലെ പണം മുടക്കുകയും ചെയ്യും. എന്നാൽ അതിൻ്റെയൊക്കെ സൗന്ദര്യം എത്ര നാളത്തേക്ക് ഉണ്ടാവും? ഇതിനേക്കാൾ നിലനിൽക്കുന്ന ഒരു സൗന്ദര്യം അത് നമുക്കുണ്ടാകാൻ നാം ചെയ്യേണ്ടതായ കാര്യം, അടുത്തായിട്ട് നമ്മൾ കാണുന്നത് യഥാർത്ഥ സൗന്ദര്യം ആന്തരിക സൗന്ദര്യമാണ്. അതിനാണ് ദൈവം വില കൽപ്പിക്കുന്നത്. ഇനി അതുണ്ടാകാനുള്ള യഥാർത്ഥ മാർഗം ഏതാണ് എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 സാമുവേൽ 16:7 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ബാഹ്യഭാവം കാണും, ബാഹ്യ സൗന്ദര്യം കണ്ട് നിന്നെ പ്രശംസിച്ചേക്കാം, പക്ഷെ ദൈവം നോക്കുന്നത് ആന്തരിക ഭാവത്തിലേക്കാണ്. നിന്റെ ഉള്ളിലേക്ക് നോക്കി ഉള്ളറിയുന്നവനാണ് നിന്റെ ദൈവം. ആ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നമുക്ക് വിലയുണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ള് ശരിയാക്കണം, ആന്തരിക സൗന്ദര്യമുള്ളവരായിട്ട് മാറണം. 1 പത്രോസ് 3 മുതൽ വായിക്കുമ്പോഴും ഈ സൗന്ദര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിനെ അണിയുമ്പോൾ ദൈവമക്കൾക്കുണ്ടാകുന്ന സൗന്ദര്യം, അതാണ് കർത്താവ് വിലമതിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രഭാഷകൻ 13:25 വായിച്ചാലോ, നിന്റെ ഹൃദയത്തിൽ എന്താണോ അത് നിന്റെ മുഖത്ത് പ്രകടമാവും. ഹൃദയത്തിലെ നന്മയ്ക്കും തിന്മയ്ക്കും അനുസരിച്ച് മുഖഭാവം മാറും. അതാണ് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒരു നല്ല കുമ്പസാരം നടത്താൻ തയ്യാറാകാതെ, പാപം പിടിയാൻ തയ്യാറാകാതെ എത്ര ബ്യൂട്ടീഷ്യൻ പരിപാടിക്ക് പോയാലും ആ സൗന്ദര്യം നിലനിൽക്കണമെന്നില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമുക്കിനി ഈ യഥാർത്ഥ സൗന്ദര്യം അതിനാവശ്യമായിട്ടുള്ളത് എന്താണ്? ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കുമ്പസാരം. കാരണം നമ്മളെ വിരൂപമാക്കുന്ന ഒരു കാര്യമാണ് പാപം. ഇത് കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 32 വായിച്ചാൽ മതി. ഞാൻ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ എൻ്റെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ശരീരം എല്ലും തോലുമായി വിരൂപമായി. പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ, ഞാൻ പാപങ്ങൾ ഏറ്റുപറയും എന്ന് പറഞ്ഞപ്പോഴേ
ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം എന്നിലേക്ക് ഒഴുകി വന്നു എന്നുള്ളത് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമതൊന്ന്, നമുക്ക് ഈ ആന്തരിക സൗന്ദര്യം, ആത്മീയമായിട്ടുള്ള സൗന്ദര്യം ഇതെല്ലാം പകരുന്ന ഒരു കാര്യമാണ് പരിത്യാഗ പ്രവൃത്തി. ചിലരൊക്കെ അവർക്ക് കൃത്യമായ സന്ദേശങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ അവർക്ക് അവരുടെ അടുത്തേക്ക് വരുന്നവർക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരൊക്കെ ത്യാഗോജ്വലമായിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു വരം സ്വീകരിച്ചു വരാം. ദാനിയേലിൻ്റെ പുസ്തകം 1:17 എടുക്കുമ്പോൾ 4 ചെറുപ്പക്കാരെ കാണാൻ പറ്റും. അവർക്ക് വേണമെങ്കിൽ ലോകത്തിൻ്റെതായ രീതിയിൽ ചിന്തിക്കാമായിരുന്നു. നല്ല ഫുഡ് അടിക്കുക, അതുപോലെ തന്നെ ലൗകിക സുഖത്തിൽ മുഴുകി കഴിയുക, വേണമെങ്കിൽ അവർക്കത് ചെയ്യാമായിരുന്നു, അവർക്ക് അതിനുള്ള പ്രായമായിരുന്നു എന്ന് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ കാണുകയാണ് അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് സസ്യാഹാരവും വെള്ളവും മതി, ഞങ്ങൾ ത്യാഗോജ്വലമായിട്ട് ജീവിച്ചു കൊള്ളാം. അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ അവർക്കുണ്ടായത് എന്താണെന്ന് ഈ വചനഭാഗം വായിക്കുമ്പോൾ കാണാൻ പറ്റും. ദാനിയേൽ 1:17 ദൈവം ഈ 4 ചെറുപ്പക്കാർക്കും വലിയ അഭിഷേകം നൽകി. ജ്ഞാനത്തിൻ്റെ അഭിഷേകം, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കൃപ, ഇതെല്ലാം അവർക്കുണ്ടായത് എപ്പോഴാണ്? ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ അവർ തയ്യാറായപ്പോൾ. അതുകൊണ്ട് നമുക്ക് ഈ ആത്മീയമായിട്ടുള്ള സമ്പത്ത്, ആത്മീയമായിട്ടുള്ള സൗന്ദര്യം, ആന്തരികമായിട്ടുള്ള വ്യക്തിത്വം ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ ഈ വഴിക്ക് നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറാകണം. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, മനുഷ്യർ തരുന്ന കാര്യങ്ങൾ നിലനിൽക്കണമെന്നില്ല, നിലച്ചു പോകും. മനുഷ്യർ നമ്മളെ പ്രശംസിച്ചാലും വേണേൽ ഇന്ന് നമ്മളെ പൊക്കി പറഞ്ഞവർ നാളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചേക്കാം. അതുകൊണ്ടാണ് മനുഷ്യർ തരുന്നത് നിലനിൽക്കണമെന്നില്ല, ദൈവം നൽകുന്നത് നിലനിൽക്കും. ദൈവം മാറ്റമില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധ ചെലുത്തേണ്ടത് ആ ദൈവത്തിൻ്റെ കണ്ണുകളിൽ സൗന്ദര്യമുള്ളവൻ ആകുവാനാണ്. 2 ദിനവൃത്താന്തം 26:16 മുതൽ വായിക്കുമ്പോൾ ഉസിയ രാജാവായിരുന്നു. പക്ഷേ നമ്മൾ കാണുന്നു പിന്നീട് എന്താ സംഭവിച്ചേ? അവൻ്റെ ജീവിതം ദൈവത്തിൽ നിന്ന് മാറിയപ്പോൾ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പ്രത്യക്ഷപ്പെട്ടു. അവന് കുഷ്ഠരോഗിയായിട്ട് ജനങ്ങളിൽ നിന്നും ഓടിക്കപ്പെടുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 16:10 വായിച്ചാലോ, ആസാ രാജാവ് ഏതാണ്ട് ഒരു മൃഗത്തെ പോലെ മാറി കണ്ടവരെയെല്ലാം തല്ലുന്ന ഒരു രംഗം കാണാൻ പറ്റും. അവൻ്റെ രാജകീയ പ്രൗഢി എവിടെ പോയി? 2 മക്കബായർ 9 വായിച്ചാൽ അന്തിയോക്കസ് രാജാവ്, അവൻ്റെ അന്ത്യം പരിതാപകരമായിരുന്നു. ജീവിച്ചിരിക്കെ പുഴുവരിക്കുന്ന ആ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് അവൻ തള്ളപ്പെട്ടത് കാണാൻ പറ്റും. ദാനിയേൽ 4-ാം അധ്യായം വായിച്ചാലോ, ഒരു മനുഷ്യൻ മൃഗതുല്യമായി, നെബൂഖദ്നേസർ രാജാവ്. കാരണം അവൻ്റെ പാപം. ഒരു കാലത്ത് വലിയ പ്രതാപത്തിൽ കഴിഞ്ഞവൻ അവൻ ഈ ബാബിലോണിനെ കുറിച്ച് വർണ്ണിച്ച് അതിൻ്റെ പ്രതാപത്തെക്കുറിച്ചെല്ലാം പറയുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞതേ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, നിന്റെ പ്രതാപം നിന്നെ വിട്ടുപോയിരിക്കുന്നു, നിന്റെ രാജത്വം നിന്നിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യരൊക്കെ നമ്മളെ എത്ര പൊക്കിയാലും പിന്നീട് നമ്മളെ താഴേക്കിടുന്ന അവസ്ഥകൾ ഉണ്ടാകാം. ദൈവത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ സൗന്ദര്യം അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ലക്ഷ്യമാക്കി ജീവിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.